ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ രാധയുടെ മേക്കപ്പ് ലുക്കാണ് നോക്കാൻ പോകുന്നത് ജന്മാഷ്ടമിക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ്ലി നമ്മളൊരു മേക്കപ്പ് റിമൂവിങ് ടിഷ്യൂ എടുത്തിട്ട് നല്ലോണം വെറ്റ് വൈപ്സ് എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലുള്ള മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലോണം റിമൂവ് ചെയ്ത് കളയുക. ഹാൻഡ്സ് നല്ലോണം ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ നൈക്കയുടെ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല നമ്മുടെ പോഴ്സ് ഉള്ളിടത്ത് പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കളർ കറക്റ്റ് ചെയ്യണമെങ്കിൽ കളർ കറക്റ്റ് ചെയ്യുക. ചെറുതായിട്ട് അവിടെ ഇവിടെ സ്പോട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം അത് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ലൂസ് പൗഡർ എടുത്തിട്ട് നമ്മളിത് മാർസിൻ്റെ ലൂസ് പൗഡറാണ്. ജസ്റ്റ് അതിനി നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അതിൽ ബ്ലെൻഡ് ആവാതിരിക്കാനായിട്ട് കളർ കറക്റ്റ് ചെയ്തതിൻ്റെ അടുത്ത് ഫുൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുക. ഇത് NYBയുടെ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ ആണ്. അതിനുശേഷം ഞാൻ 2 ഫൗണ്ടേഷൻ ഷെയ്ഡാണ് മിക്സ് ചെയ്യുന്നത്. മേബിലിൻ്റെ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്ക് ഷെയ്ഡ് ചെയ്താണ്. നല്ലോണം അത് ഡോട്ടായിട്ട് ഫുൾ ഇട്ടിട്ട് കൈവച്ച് തന്നെയാണ് ഞാൻ എല്ലാം ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നൈക്കയുടെ കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ നല്ലോണം കൈവച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത് നല്ല നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ലൂസ് പൗഡർ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് അതിന് ശേഷം ഇത് വൈപ്പ് ഔട്ട് ചെയ്തോളെ. അടുത്ത് നമ്മൾ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോയ്ക്ക് ഞാൻ ഇവിടെ റെഡ് കളർ ആൻഡ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന കളറാണ് റെഡും ഗ്രീനും. അത് നമ്മൾ കുറച്ച് ഐ ഷാഡോ എടുത്ത് ലൈറ്റായിട്ട് ഫ്രണ്ടിലത്തെ പോർഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീനും കൂടെ നമ്മൾ എടുത്തിട്ട് ലാസ്റ്റിലായിട്ട് നല്ലോണം രണ്ടും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അതിനുശേഷം ഞാൻ NYBയുടെ തന്നെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നല്ലോണം വാലൊക്കെ ഇട്ട് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. എനിക്കൊന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ഏതോ ഒരു പേരെനിക്കറിയില്ല. അതിട്ടതിന് ശേഷം ലാക്മേയുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ നല്ലോണം നമ്മളതിന് മേലിൽ കൂടെ ഒന്നുകൂടെ ലൈൻ ചെയ്ത് കൊടുക്കുക. ദ മെയിൻ തിങ് ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ നല്ലോണം ചീക്സിൻ്റെ അവിടെയും നോസിൻ്റെ മുകളിലും ഒക്കെ നല്ലോണം ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലോണം ചുവന്നിരിക്കത്തുള്ളൂ. അതിനുശേഷം ഇനിയാണ് നമ്മൾ രാധയുടെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. റെഡ് കളറിൽ ഡോട്ട് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഐബ്രോസിൻ്റെ മുകളിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, എന്തായാലും കാണുമ്പോൾ അറിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. വൈറ്റ് കളറും കൂടെ വെച്ചിട്ട് നമ്മൾ നല്ലോണം അതിന് ചുറ്റും പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ചീക്സിൻ്റെ അവിടെ രണ്ടോണം നല്ലോണം വരച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ അത്ര മനസ്സിലാവത്തില്ലായിരിക്കും. സോ പെട്ടെന്ന് കണ്ടിട്ട് വരിക. സോ മൺഡേ ആണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി സ്പെഷ്യലായിട്ടാണ് രാധാ മേക്കപ്പ് ലുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഹോപ്പ് എല്ലാവർക്കും അത് ഹെൽപ്പ് ആവുമെന്ന്. സോ നല്ലോണം നല്ലോണം ഇങ്ങനെ അത് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ നല്ല ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി. കുറച്ച് ടൈം എടുക്കും, കുറച്ച് നല്ല ടൈം എടുക്കും. പതുക്കെ നമ്മളത് ചെയ്യണം. ലാസ്റ്റ് നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ കൂടെ ഞാൻ ജ്വല്ലറീസും ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ ചെയ്തിട്ട് വരിക കാണാം. ജ്വല്ലറീസ് ഇതിന് മാച്ചിങ് ആയിട്ടാണല്ലോ ഗ്രീൻ ആൻഡ് റെഡ് ജ്വല്ലറി എനിക്ക് കിട്ടി. ഹെയറിൽ ഞാൻ ഒറിജിനൽ മുല്ലപ്പൂവിലെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് രാധയുടെ ലുക്കാണ് നമുക്ക് കിട്ടിയത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.